ഗ്യാൻപൂർ എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ സങ്കട്ട് ദാസ് എന്നു പേരുള്ള ഒരു മരം വെട്ടുകാരൻ അവന്റെ ഭാര്യ ഗീതയ്ക്കൊപ്പം താമസിക്കുകയായിരുന്നു. സങ്കട്ട് ദാസിന് വളരെയധികം വയസ്സായിരുന്നു. പക്ഷെ അവന് കുട്ടികളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് തന്നെ നദിയുടെ തീരത്തുള്ള കാട്ടിൽ മരം വെട്ടാനായി പോകുമായിരുന്നു. ആ തടി വിറ്റിട്ട് സങ്കട്ട് ദാസിന് കിട്ടുന്ന വളരെ കുറച്ച് കാശിൽ അവരുടെ ജീവിതം നടക്കുമായിരുന്നു. ആ നദിയിൽ മത്സ്യത്തൊഴിലാളികളും മത്സ്യം പിടിക്കാനായി വരുമായിരുന്നു. ഒരു ദിവസം സങ്കട്ട് ദാസ് അവിടെ കണ്ടു, ആ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വലയിൽ ഒരു മത്സ്യകന്യകയെ പിടിച്ചുവെന്ന്. എന്നെ വിടൂ, ഞാനും നിങ്ങളെ പോലെ ഒരു മനുഷ്യയാണ്. എനിക്ക് കാലിന് പകരം വാലുണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നിന്നെ തീർച്ചയായും വിടില്ല. നിന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റാൽ ഞങ്ങൾക്ക് ഒരുപാട് കാശുണ്ടാക്കാം. മത്സ്യത്തൊഴിലാളികൾ ആ കന്യകയുടെ തലയിൽ അടിച്ച് അവളെ ബോധം കെടുത്തി. എന്നിട്ട് ആ മത്സ്യകന്യകയെ അവിടെ തന്നെ കിടത്തിയിട്ട് അവര് കഴിക്കാനായി പോയി. സങ്കട്ട് ദാസ് ഇതൊക്കെ കാണുകയായിരുന്നു. സങ്കട്ട് ദാസിന് മത്സ്യകന്യകയെ കണ്ട് ദയ തോന്നി. അവൻ ആരും കാണാതെ ആ മത്സ്യകന്യകയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് മത്സ്യകന്യകയുടെ മുഖത്ത് വെള്ളം തെളിച്ചു. ബോധം തെളിഞ്ഞതും മത്സ്യകന്യക നിലവിളിക്കാൻ തുടങ്ങി. എന്നെ വിട്ടേക്കൂ, എന്നെ വിട്ടേക്കൂ, എന്നെ ഒന്നും ചെയ്യല്ലേ. പേടിക്കണ്ട, ഞാൻ മീൻപിടുത്തക്കാരനല്ല. എന്റെ പേര് സങ്കട്ട് ദാസ് എന്നാണ്. ഞാൻ നിന്നെ സഹായിക്കാനാണ് വന്നത്. സങ്കട്ട് ദാസ് കോടാലി വെച്ച് ആ വല വെട്ടി. ഞാൻ നിങ്ങളുടെ ഈ സഹായം ഒരിക്കലും മറക്കില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ വെറും മനുഷ്യത്വം കാരണമാണ് നിങ്ങളെ സഹായിച്ചത്. ഇത്ര പറഞ്ഞിട്ട് സങ്കട്ട് ദാസ് അവന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിലേക്ക് എത്തിയപ്പോ സങ്കട്ട് ദാസ് കാണുന്നത് അവന്റെ ഭാര്യ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവര് ഭക്ഷണവും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തു പറ്റി ഗീത? ഇന്നെന്തങ്ങനെ വിഷമിച്ചിരിക്കുന്നെ? എല്ലാ ദിവസവും നീ എനിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കാറില്ലേ? ഇന്നെന്താണ് നീ ഒന്നും പാചകം ചെയ്യാത്തത്? വീട്ടിൽ ഒരു മണി ധാന്യം പോലും ഇല്ല. ഇന്ന് സർപ്പഞ്ചാണെങ്കിൽ നാട്ടില് ചെണ്ടയടിച്ചിത് ഘോഷണം ചെയ്തു. ഇനി തൊട്ട് ആരും തന്നെ കാട്ടിന്ന് മരം മുറിക്കാൻ പാടില്ലെന്ന്. അല്ല, മരം മുറിക്കുന്നത് സർക്കാർ നിരോധിച്ചിട്ടുള്ളതാണോ? അതുകൊണ്ട് ഞാൻ കരയുന്നത്. നമ്മളുടെ അടുത്താണെങ്കിൽ മരം വെട്ടി വിൽക്കുകയല്ലാതെ മറ്റൊരു വരുമാന മാർഗവുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്കാണെങ്കിൽ ആൺകുട്ടികളും ഇല്ല. നമുക്ക് വേണ്ടി നഗരത്തിൽ പോയി കാശ് കൊണ്ടുവരാനായി. വിഷമിക്കണ്ട, ഒരു വാതിലടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കപ്പെടുമെന്നല്ലേ? ദൈവം തീർച്ചയായും നമ്മളെ സഹായിക്കും. ഇന്ന് തടിയെല്ലാം അയച്ചപ്പോൾ 100 രൂപ കിട്ടി. വരൂ, നമുക്ക് കടയിൽ പോയി ഭക്ഷണം കഴിക്കാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. മാർക്കറ്റിൽ പോയി വീട്ടു സാധനങ്ങൾ മേടിക്കാൻ എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. സങ്കട്ട് ദാസും ഗീതയും ധാബയിലേക്ക് കഴിക്കാനായി ചെന്നു. ആ നാട്ടിൽ ഒരു ധാബയെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഷേരയും ഹാത്തി എന്ന സഹോദരങ്ങളാ നടത്തിക്കൊണ്ടിരുന്നത്. ഷേർ ചേട്ടാ, ഞങ്ങൾക്കായിട്ട് ഒരു സാധാരണ പ്ലേറ്റ് ഭക്ഷണം കൊണ്ടുവരൂ. ശരി, കൊണ്ടുവരാം. അരമണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടി വരും. അരമണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും അവരുടെ ഭക്ഷണം എത്തിയില്ല. ഷേർ ചേട്ടാ, ഞങ്ങളുടെ ഭക്ഷണം ഇതുവരെ വന്നില്ലല്ലോ. നിങ്ങൾ പിന്നെയും എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? നിങ്ങൾ ഈ തിരക്കൊന്നും കാണുന്നില്ലേ? പക്ഷേ നിങ്ങളല്ലേ പറഞ്ഞത് അരമണിക്കൂറിനുള്ളിൽ ഭക്ഷണം വരുമെന്ന്. നമ്മൾ ഇനി ഒരിക്കലും ഈ ധാബയിൽ ഭക്ഷണം കഴിക്കാനായി വരില്ല. ഗീത വീട്ടിൽ ചെന്നിട്ട് സങ്കട്ട് ദാസിനോട് പറഞ്ഞു, നമ്മളുടെ നാട്ടിൽ ഒരു ധാബയേ ഉള്ളൂ. അതിലാണെങ്കിൽ എപ്പോഴും തള്ളാണ്. അവിടുത്തെ ഭക്ഷണവും ഒട്ടും നല്ലതല്ല. നമുക്ക് നമ്മളുടെ തന്നെ ഒരു ധാബ തുറന്നാലോ? നമ്മളുടെ ധാബ നന്നായി നടന്നാ നമുക്ക് നല്ല വരുമാനവും കിട്ടും. ഈ കാര്യം എനിക്കും തോന്നിയിരുന്നു. ഞാൻ എന്റെ സ്വർണവള പണയം വെച്ചേക്കാം. അങ്ങനെ ചെയ്താൽ നമുക്ക് വാടക കൊടുക്കാൻ പറ്റുമല്ലേ? സങ്കട്ട് ദാസും ഗീതയും ഷേരയുടെയും ഹാത്തിയുടെയും ധാബയുടെ അടുത്ത് തന്നെ ഒരു കട വാടകയ്ക്ക് എടുത്തു. എന്നിട്ട് അവരെ ധാബ അവിടെ തുടങ്ങി. സങ്കട്ട് ദാസ് ചേട്ടാ, ഒരു ഊണിന് എത്ര രൂപയാ? 50 രൂപ മാത്രമേ ഉള്ളൂ. അങ്ങ് ഇരുന്നോളൂ, ഞാൻ അങ്ങേക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരാം. സങ്കട്ട് ദാസിന്റെയും ഗീതയുടെ സ്നേഹവും പിന്നെ നല്ല സ്വാദുള്ള ആഹാരം കാരണം അവരുടെ ധാബയിൽ മെല്ലെ മെല്ലെ ആൾക്കാരുടെ സംഖ്യ കൂടി. മറ്റൊരു വശത്ത് ഷേരയുടെയും ഹാത്തിയുടെ ധാബ ഖാലിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു ദിവസത്തിൽ തന്നെ ഷേരയും ഹാത്തി സഹോദരങ്ങളുടെ ജോലിയും കൂലിയും നിന്നു. ഷേര സഹോദര, ഇക്കണക്കിന് പോവുകയാണെങ്കിൽ നമ്മുടെ കട ഉടൻ തന്നെ പൂട്ടിപ്പോവും. വെറും 2 മാസത്തിനുള്ളിൽ നമ്മുടെ വരുമാനം പകുതിയിൽ താഴെയായി കുറഞ്ഞു. നമുക്ക് ഈ സങ്കട്ട് ദാസിനെ എങ്ങനെയെങ്കിലും ഒളിപ്പിക്കണം. അപ്പോൾ പിന്നെ നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. എൻ്റെ കയ്യിലൊരു പദ്ധതിയുണ്ട്.
ഷേരയ്ക്ക് സങ്കട്ട് ദാസിനെ ചെറുപ്പം തൊട്ടേ അറിയാം. അവന് അറിയാമായിരുന്നു സങ്കട്ട് ദാസിന് നീന്താൻ അറിയില്ല എന്ന്. ഒരു ദിവസം രാത്രി ഷേരയും ഹാത്തിയും സങ്കട്ട് ദാസിന്റെ അടുത്തെത്തി. അവര് സങ്കട്ട് ദാസിന്റെ മുഖം ഒരു തുണി വെച്ച് മൂടി. എന്നിട്ട് അവർ സങ്കട്ട് ദാസിനെ ഒരു തോണിയിലിരുത്തി നദിയിലെ നടുക്ക് കൊണ്ടുപോയി എറിഞ്ഞു. കുറച്ചു നേരത്തിൽ തന്നെ സങ്കട്ട് ദാസ് വെള്ളത്തിൽ മുങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സങ്കട്ട് ദാസിന്റെ കണ്ണു തുറന്നു. അപ്പോൾ അയാൾ അറിഞ്ഞു അയാൾ വെള്ളത്തിന്റെ ഉള്ളിലാണെന്ന്. സങ്കട്ട് ദാസ് ഒരിക്കൽ സഹായിച്ച അതേ മത്സ്യകന്യക സങ്കട്ട് ദാസിന്റെ മുമ്പിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഞാനിതെങ്ങനെ രക്ഷപ്പെട്ടു? കുറച്ച് ആക്രമികൾ എന്റെ മുഖം മൂടിക്കെട്ടി എന്നെ നദിയിലേക്ക് തള്ളിയിട്ടു. ഞാനാ നിന്നെ രക്ഷിച്ചേ. പക്ഷേ ഞാൻ ഈ വെള്ളത്തിനടിയിൽ എങ്ങനെയാണ് ശ്വസിക്കുന്നത്? കാരണം ഞാൻ നിനക്കൊരു ജാലവിദ്യയുള്ള ഗുളിക തന്നു. മത്സ്യകന്യക സങ്കട്ട് ദാസിന് ഒരു കലം കൊടുക്കും. നീ എപ്പോഴൊക്കെ ഈ കലത്തിൽ കൈയിടുമോ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഗുളിക വരും. ആ ഗുളിക കഴിച്ചതിന് ശേഷം ആർക്ക് വേണമെങ്കിലും വെള്ളത്തിനുള്ളിൽ ശ്വാസം വലിക്കാം. പക്ഷെ ഓർക്കുക, ഈ ഗുളിയുടെ ശക്തി വെറും 12 മണിക്കൂർ വരെ ഉള്ളൂ. ഞാൻ ഈ കലം നിനക്ക് എന്റെ സമ്മാനമായി തരികയാണ്. നിനക്കിത് കൊണ്ടുപോകാം. സങ്കട്ട് ദാസ് ആ കലവും കൊണ്ട് അവന്റെ വീട്ടിലെത്തി. അവൻ ആ കലത്തിനെ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് അവന്റെ ഢാബയിൽ ജോലി ചെയ്യാനായി ചെന്നു. ഷേരയും ഹാത്തിയും അവനെ കണ്ടതും ഞെട്ടിപ്പോയി. സഹോദര, ഈ സങ്കട്ട് ദാസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെ തിരിച്ചെത്തി? അവനതൊക്കെ സഹിക്കാൻ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സഹോദര, ഇനി നമ്മൾ എന്ത് ചെയ്യും? വിഷമിക്കണ്ട, ഇത്തവണ ഞാൻ ശങ്കർദാസിനെ എവിടെയും വിടില്ല. ഷേര നാട്ടിലെ സർപഞ്ചിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അവൻ സർപഞ്ചിനോട് പറഞ്ഞു, സർപഞ്ച് ചേട്ടാ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. അല്ല, നിങ്ങൾക്ക് എന്തു പറ്റി? എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? സർപഞ്ച് ചേട്ടാ, ഗ്രാമത്തിലുള്ള എല്ലാവരോടും ഇത് നിങ്ങൾ പറയണം. ആരും സങ്കട്ട് ദാസിന് അവരുടെ കടകൾ വാടകയ്ക്ക് കൊടുക്കരുതെന്ന്. ഈ സങ്കട്ട് ദാസ് കാരണം എന്റെ ബിസിനസ്സാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ആ കാര്യം ഞാൻ നോക്കിക്കോളാം. സങ്കട്ട് ദാസ് ധാബ നടത്തിക്കൊണ്ടിരുന്ന കടയിലെ ആ മുതലാളി സങ്കട്ട് ദാസിനോട് കട കാലിയാക്കാനായി പറഞ്ഞു. ഇദ്ദേഹത്തിന് പെട്ടെന്ന് എന്താ പറ്റിയേ? നമ്മള് സമയാസമയം വാടകയും കൊടുക്കണുണ്ടായിരുന്നല്ലോ. എന്നിട്ടും എന്തിനാ നമ്മളെ കടയിൽ നിന്ന് പുറത്താക്കിയേ? സാരമില്ല, ഞാൻ വേറെ എവിടെയെങ്കിലും കട വാടകയ്ക്ക് ചോദിക്കട്ടെ. സങ്കട്ട് ദാസ് വിഷമിച്ചോണ്ട് നദിയുടെ തീരത്ത് ചെന്നു. അപ്പോ സങ്കട്ട് ദാസിന് കലം കൊടുത്ത അതേ മത്സ്യകന്യക നദിയിൽ നിന്ന് പുറത്തു വന്നു. എന്തു പറ്റി സങ്കട്ട് ദാസ്? നീ എന്താ ഇന്ന് വിഷമിച്ചിരിക്കുന്നേ? ഗ്രാമത്തിലുള്ള ഒരാൾ പോലും എനിക്ക് കട വാടകയ്ക്ക് തരാൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല, എനിക്കെന്റെ വീട്ടിൽ ഒരു കട തുടങ്ങാൻ കഴിയില്ല. കാരണം എന്റെ വീട് പ്രധാന റോഡിന്റെ അരികിലല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ ആരും വരില്ല. സങ്കട്ട് ദാസ് മത്സ്യകന്യകയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. നീ നദിയുടെ താഴെ പാതാളത്തിൽ ഒരു ഢാബ തുറന്നു. ആ ഭൂമിയിൽ ആർക്കും അധികാരമില്ല. പക്ഷേ വെള്ളത്തിൽ ഞാൻ എങ്ങനെയാ തീ കത്തിക്കുക? മാത്രമല്ല, ആളുകൾ എങ്ങനെ ശ്വാസം എടുക്കും? വിഷമിക്കണ്ട, പാതാളത്തിലും തീ കത്തിക്കാൻ പറ്റും. ഞങ്ങളും അവിടെ തന്നെയാണല്ലോ ഭക്ഷണം ഉണ്ടാക്കണേ. പിന്നെ വെള്ളത്തിൽ ശ്വാസം വലിക്കുന്നത് നീ ഓർത്ത് നോക്ക്. ഞാൻ നിനക്കൊരു കലം തന്നായിരുന്നു. അതിൽ ജാലവിദ്യയുള്ള ഗുളികയുണ്ട്. അതെ, അതിനെക്കുറിച്ച് ഞാൻ മറന്നുപോയി. സങ്കട്ട് ദാസ് നദിയുടെ താഴെ പാതാളത്തിൽ ഒരു ഢാബ തുറന്നു. എന്നിട്ട് നാട്ടിലെ എല്ലാ സ്ഥലത്തും ബാനർ വെച്ചു. നാട്ടിലെ ആൾക്കാർ പാതാളത്തിലുള്ള ഢാബ കാണാനായി വളരെ ജിജ്ഞാസരായിരുന്നു. അവരെല്ലാരും നദിയുടെ തീരത്തെത്തി. സങ്കട്ട് ദാസ് എല്ലാവർക്കും കലത്തിന്നെടുത്ത് ഓരോ ഗുളിക കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സഹോദരി സഹോദരന്മാരെ, ഈ ഗുളികയുടെ പ്രഭാവം 12 മണിക്കൂർ നേരത്തേക്ക് ഉണ്ടാവും. അതുകൊണ്ട് 12 മണിക്കൂറായാൽ ഉടൻ തന്നെ നിങ്ങൾ വെള്ളത്തിന് മുകളിലേക്ക് വരണം. ആൾക്കാര് നദിയുടെ താഴെ പോയിട്ട് പാതാളത്തിലുള്ള സങ്കട്ട് ദാസിന്റെ ഢാബയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പാതാളത്തിൽ ചുറ്റിക്കറങ്ങുകയും ചെയ്തു. സങ്കട്ട് ദാസ് നദിയുടെ തീരത്ത് ഒരു ജോലിക്കാരനെയും നിർത്തി. എന്നിട്ട് അവനോട് അവൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കാൻ വരുന്നവർ പാത്രത്തിൽ നിന്നും ഒരു ഗുളിക എടുത്ത് കഴിക്കുക. അങ്ങനെ പറഞ്ഞിട്ട് സങ്കട്ട് ദാസ് ഢാബയിലേക്ക് ജോലി ചെയ്യാനായി പോയി. മറ്റൊരു വശത്ത് ഷേര ദേഷ്യത്തിൽ തിളയ്ക്കുകയായിരുന്നു. പാതാള ലോകത്തിലെ കട, സങ്കട്ട് ദാസ് ഇത് നല്ല ചതിയാണല്ലോ ചെയ്തത്. നമ്മുടെ ഗ്രാമത്തിലെ ആളുകളെല്ലാം അവിടേക്കാ പോകുന്നത്. കൂടാതെ മറ്റുള്ള ഗ്രാമത്തിലുള്ളവരെല്ലാം പാതാള ലോകത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു. എന്നിട്ടത് നമ്മോട് വന്ന് പറയുന്നു, നമ്മുടെ കടയിൽ എപ്പോഴും നിശബ്ദത മാത്രം.
സഹോദര, ഞാനും സങ്കട്ദാസിന്റെ കടയിലേക്ക് പോയിട്ടുണ്ട്. പാതാള ലോകം കാണാൻ വളരെ സുന്ദരമാണ്. വിവിധ വർണ്ണത്തിലുള്ള മത്സ്യങ്ങളെയും അവിടെ കാണാൻ പറ്റും. മിണ്ടരുത്. സങ്കട്ദാസിന്റെ കട ഈ ഗ്രാമത്തിലുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രാമത്തിന് പുറത്തുപോയി വേറെ എവിടെയെങ്കിലും കട തുടങ്ങേണ്ടി വരും. ഷീര ഒരിക്കൽ കൂടെ നാട്ടിലെ സർപ്പഞ്ചിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, സർപ്പഞ്ച് ചേട്ടാ, അങ്ങ് സങ്കട്ദാസിന്റെ കട നദിയിൽ നിന്നും മാറ്റിത്തരണം. അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടത്തിലാണ്. എന്നോട് ക്ഷമിക്കൂ ഷേറ. എനിക്കിനി ശങ്കർദാസിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ശങ്കർദാസിന്റെ കട കാരണം വളരെ ദൂരെ നിന്നുപോലും ആളുകൾ നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നു. അതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിന് നല്ല പേര് ലഭിച്ചു. മാത്രമല്ല, വിനോദസഞ്ചാരികൾ കാരണം ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇത്തവണ ഞാൻ നിന്നെ എന്തായാലും സഹായിക്കില്ല. ഷീര അവന്റെ വീട്ടിൽ ചെന്ന് ഹാഥിനോട് പറഞ്ഞു, സർപ്പഞ്ച് ചേട്ടൻ നമ്മളെ സഹായിക്കില്ലെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും സഹോദര? ഷേരയും ഹാഥിയും ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി അവിടെ ധാബ തുറന്നു. ഇപ്പോ പാതാളത്തിലുള്ള ഗീതയുടെയും സങ്കട്ദാസിന്റെയും ധാബ നന്നായി നടന്നു. ഈ കഥ മെഹനത്പൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമത്തിന്റെ കഥയാണ്. ഇവിടെ സഹാറാം തന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചു വന്നു. അദ്ദേഹം അവിടെ ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് വന്നു. തൊഴിലാളികൾ എല്ലാവരും പിന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും സഹാറാമിന്റെ ഹോട്ടലിൽ കഴിച്ചിട്ട് അവരവരുടെ ജോലി ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഒരാൾ സഹാറാമിന്റെ ഹോട്ടലിൽ കഴിക്കാനായി എത്തി. അപ്പോൾ പറയൂ ചേട്ടാ, എന്താ കഴിക്കുന്നത്? ഇവിടെ കഴിക്കാൻ എന്താണ് ഉള്ളത് അത് പറയൂ. ആലു പൊറോട്ട, ഗോബി പൊറോട്ട, മാലി പൊറോട്ട, ബീച്ച് പൊറോട്ട ഉണ്ട്, ചൂടായ ധീര, പനീർ മസാല, ബട്ടർ മസാല, ചിക്കൻ ടിക്ക, പുലാവും ഉണ്ട്, പിന്നെ മധുരത്തിൽ ഗുലാബ് ജാമുനും ഉണ്ട്, അതിന്റെ കൂടെ ലസിയും ഉണ്ട്. പറയൂ, നിങ്ങൾ എന്താ കഴിക്കുന്നത്? നിങ്ങൾ പറയുന്ന കേട്ടാലേ എനിക്ക് വയറ് നിറയും തോന്നുന്നു. നിങ്ങൾ ഏത് നന്നായിട്ട് ഉണ്ടാക്കുന്നോ അതെനിക്ക് തന്നേക്ക്. ഇവിടെ നോക്കുമോനെ, ഇദ്ദേഹത്തിന് നാനും പിന്നെ ചെന്ന മസാലയും കൊണ്ടുവന്നേക്ക്, അതിന്റെ കൂടെ ലസിയും കൊണ്ടുവന്നേക്ക്. നന്നായിട്ടുണ്ടാവും, നന്നായിട്ടുണ്ടാവും. വേഗം കൊണ്ടുവാ. കുന്ദൻ നിലേഷിന് ആഹാരങ്ങൾ വിളമ്പിക്കൊടുത്തു. നിലേഷ് ആഹാരം ഒരുപാട് ആഗ്രഹിച്ചു കഴിച്ചു. ആഹാരമൊക്കെ കഴിച്ചതിനു ശേഷം നിലേഷ് എന്തു പറഞ്ഞെന്നാൽ, ഭക്ഷണം വളരെ രുചിയായിട്ടും ശുദ്ധമായിട്ടും ഉണ്ട്. എന്റെ പൊന്നോ, സന്തോഷായിട്ടുണ്ട്. ഭക്ഷണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവണം. പക്ഷെ എന്റെ ഭാര്യ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിലാണെങ്കിൽ ഒരു രുചിയും കാണത്തില്ല. അത് എന്റെ തെരുവുള്ള നായ് പോലും കഴിക്കില്ല. ഒരു പക്ഷേ അത് കഴിച്ചു പോയിട്ട് പിന്നെ സുഖമില്ലാതെ ആയിപ്പോയാൽ? ഇങ്ങനെ പറഞ്ഞതും കുന്ദൻ നിലേഷിന് നാരങ്ങയിട്ട വെള്ളം കൊണ്ടുവന്ന് വെച്ചു. ഈ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ലെമൺ ജ്യൂസും തരുന്നുണ്ടോ? കണ്ടൻ ചേട്ടാ, കുറച്ച് പഞ്ചസാര തരാൻ പറ്റുമോ? എന്റെ പൊന്നോ, ഈ വെള്ളം നിങ്ങളുടെ കൈ കഴുകാൻ വേണ്ടിയാണ്, കുടിക്കാനല്ല. നിങ്ങൾ എന്താ പറയുന്നത്? ഇത്രയും ദിവസം ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ ലെമൺ എടുത്ത് വെള്ളത്തിൽ ജ്യൂസാണ് കുടിക്കുക. ഇതിൽ കൈയും കഴുകാൻ പറ്റുമോ? അങ്ങനെ വെച്ചാൽ നിങ്ങൾ തെറ്റായ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ടുണ്ടാവണം. നിങ്ങൾ ബില്ല് പേ ചെയ്തിട്ട് ഇവിടുന്ന് വേഗം വിട്ടോ. കുന്ദൻ നിലേഷിന് ഒരു ബില്ല് കൊണ്ടുവന്ന് നൽകി. അത് കണ്ടതും തന്നെ നിലേഷിന്റെ ശ്വാസം നിന്നുപോയി. ഇതൊക്കെ എന്താണ്? ചെന്ന മസാല 300 റുപ്യോ, പിന്നെ നാനിന് 70 റുപ്യോ. ഇല്ല ചേട്ടാ, ഞാൻ പാർസലൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. ഇത്രയും പൈസ വരാൻ സാധ്യതയില്ല. ഇവിടെ നോക്കൂ ചേട്ടാ, ഇതൊന്നും പാർസലിന്റെ പൈസയല്ല. നിങ്ങൾ കഴിച്ചില്ലേ, അതിനുള്ള പൈസയാണിത്. ഞാൻ ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്താൽ എനിക്ക് ഇത്ര പൈസ കിട്ടില്ലല്ലോ. ഭക്ഷണത്തിന് ഇത്രയും വിലയോ? എനിക്ക് മുമ്പ് തന്നെ അറിഞ്ഞാൽ ഞാൻ കഴിച്ചിട്ടേ ഉണ്ടാവില്ലല്ലോ. നിലേഷ് തന്റെ പോക്കറ്റിൽ നിന്നും 100 രൂപ എടുത്ത് ടേബിളിൽ വെച്ചു. കുന്ദൻ ഇത് കണ്ട് ദേഷ്യപ്പെട്ട് തന്റെ മുതലാളി സഹാറാമിനെ വിളിച്ചു. മുതലാളി, ഇയാളെടുത്ത് ഒരു 10 പൈസയില്ല. ഇയാളുടെ ബില്ല് മൊത്തം 700 റുപ്യ ആയിട്ടുണ്ട്. പക്ഷേ ഇയാൾ വെറും 100 റുപ്യ കൊടുത്തിട്ട് നമ്മളെ പറ്റിക്കാൻ നോക്കിയാണ്. കുന്ദൻ പറഞ്ഞത് കേട്ടതും സഹാറാം ദേഷ്യത്തോടെ അവിടേക്ക് വന്നു. നിന്റെ പോക്കറ്റിൽ 1 റുപ്യ പോലും ഇല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ കഴിക്കാൻ വന്നത്? നിന്നെ പോലുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് കഴിക്കാൻ ഒരു യോഗ്യതയുമില്ല. മര്യാദയ്ക്ക് പണം തന്നിട്ട് പോണം, ഇല്ലെങ്കിൽ നിന്റെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കേണ്ടി വരും. നിങ്ങൾ എന്താ റൗഡി പോലെ സംസാരിക്കുന്നത്? നിങ്ങൾ കസ്റ്റമർ അടുത്ത് ഇതുപോലെയാണോ സംസാരിക്കുന്നത്? മര്യാദയ്ക്ക് നിൽക്കുന്നവരടുത്ത് ഞങ്ങൾ എന്തിനാ റൗഡി പോലെ നടക്കേണ്ടത്? ഇന്ന് ഈ ലോകത്തിൽ ആരെടുത്ത് പണം ഇല്ലോ അവർക്ക് മര്യാദയോ ഇല്ല. ഇങ്ങനെ പറഞ്ഞിട്ട് സഹാറാം ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്നവരോട് പറഞ്ഞു, എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അടിച്ചു പൊട്ടിക്കടാ. സഹാറാം പറഞ്ഞത് കേട്ടതും തന്നെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന തൊഴിലാളികളെല്ലാം ദിനേശിനെ വളരെ മോശമായിട്ട് അടിച്ചു. സഹാറാം വളരെ ദേഷ്യത്തോടെ നിലേഷിനോട് പറഞ്ഞു, നീ 2 ദിവസം ഈ ഹോട്ടലിൽ വരുന്ന എച്ചത്തട്ടൊക്കെ കഴുകി വെക്കണം, എന്നാലേ ബില്ല് കഴിക്കാൻ പറ്റുള്ളൂ.
നിലേഷ് 2 ദിവസം വരെ ആ ഹോട്ടലിലുണ്ടായിരുന്ന പ്ലേറ്റുകളൊക്കെ കഴുകി. 2 ദിവസത്തിനു ശേഷം നിലേഷ് തന്റെ വീട്ടിലേക്ക് ചെന്ന് തനിക്ക് നടന്ന സംഭവത്തെക്കുറിച്ച് തന്റെ ഭാര്യയോട് പറഞ്ഞു. വിമല ഇത് കേട്ടതും, അങ്ങനെ നിങ്ങൾക്ക് ആ ഹോട്ടലിൽ പോവേണ്ട ആവശ്യം എന്താണ് വന്നത്? നിങ്ങളുടെ കൈവശം കാശില്ലെന്ന് അറിയില്ലേ? മനസ്സാക്ഷി ഇല്ലാത്തവന്മാര് നിങ്ങൾ ഇങ്ങനെ ഇട്ട് അടിച്ചിരിക്കുന്നു. എന്നിട്ടും അവന്മാരുടെ മനസ്സിൽ ദേഷ്യം മാറിയില്ലേ? ഏകദേശം 2 ദിവസം ആ ഹോട്ടലിൽ നിങ്ങളെ അവർ മൃഗങ്ങളെ പോലെ ജോലി ചെയ്യിപ്പിച്ചിരിക്കുന്നു. എനിക്ക് വല്ലാതെ അവമാനമായിട്ടുണ്ട് വിമല. എനിക്ക് ഒരു കാര്യം മാത്രം നന്നായിട്ട് മനസ്സിലായി. പാവം ഈ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇതുപോലെയുള്ള ഹോട്ടലിൽ കഴിക്കാൻ യോഗ്യതയില്ലെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാനാ? പക്ഷെ ഇതുപോലെ ഞാൻ നടക്കാൻ സമ്മതിക്കില്ല. അത് ശരി, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? മുൻപേ നിങ്ങൾ അടി വാങ്ങിട്ട് വന്നിരിക്കുക. ഞാൻ തന്നെ ശ്രമിച്ചിട്ട് ഒരു ഹോട്ടൽ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഗ്രാമത്തിൽ തന്നെ ഇതുപോലെ ഒരു വലിയ ഹോട്ടൽ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഗ്രാമത്തിൽ ഇതുപോലുള്ള ശുദ്ധമായ ഭക്ഷണം നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. എന്നാൽ ഈ പാവപ്പെട്ടവർക്ക് നല്ലത് നടക്കുള്ളൂ വിമല. നമ്മൾ ഈ പാവപ്പെട്ടവരൊക്കെ ഈ പൈസക്കാരൻ്റെ അടുത്ത് അടിമയിൽ നിൽക്കണമെന്ന് അധികാരമില്ലല്ലോ. അവർക്ക് നല്ല ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യതയുണ്ട്. പക്ഷെ എങ്ങനെയാണ്? നിലേഷ് തന്റെ ഭാര്യ ചോദിച്ചതിന് യാതൊരു മറുപടിയും പറഞ്ഞില്ല. അദ്ദേഹം വളരെ ശാന്തമായി രാത്രി മുഴുവൻ എന്തോ ആലോചിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിലെ ഓരോ വീടായിട്ട് ചെന്ന് നിലേഷ് ചന്ത പിരിക്കാൻ തുടങ്ങി. പക്ഷെ എല്ലാരും അദ്ദേഹത്തെ അപമാനിച്ച് വീട്ടിൽ നിന്നും തുരത്തി. ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരാൾ നിലേഷിനെ കളിയാക്കി എന്തു പറഞ്ഞെന്നാൽ, നിനക്കെന്താ ഭ്രാന്താണോ? പോയി എന്തെങ്കിലും ജോലി നോക്ക്. പെട്ടെന്ന് എങ്ങനെ നിനക്ക് ഈ പാവപ്പെട്ടവർക്കൊക്കെ കരുണയും പിന്നെ പാവം തോന്നിയത്? അതൊക്കെ വലിയ വലിയ അധികാരികളാണ് നോക്കേണ്ടത്. നിങ്ങൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ഗ്രാമത്തിന് നല്ലതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രാമത്തിന്റെ പേര് മെഹനത്പൂരാണ്. നമ്മുടെ ഗ്രാമത്തിലെ ആൾക്കാർ രാവിലെയും രാത്രിയും കഷ്ടപ്പെടുകയാണ്. പക്ഷേ അവർക്കൊക്കെ നമുക്ക് ഒരു നേരം ഭക്ഷണം പോലും കിട്ടുന്നില്ല. പക്ഷെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്ന പകരം നിങ്ങൾ എന്നെ അവമാനിപ്പിക്കുകയാണോ? അതെ, കാരണം നീ കണ്ണു തുറന്നുകൊണ്ടാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നോക്കുമോനെ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സിനിമയിലേ നടക്കുള്ളൂ. പക്ഷെ ജീവിതത്തില് അത് വേറെ പോലെയാണ് നടക്കുക. എനിക്കൊരു കാര്യം പറയും നിലേഷ്, നീ പറയുന്നത് ഞാൻ സമ്മതിച്ചു. നിനക്ക് 1 രൂപ കൊണ്ട് ഒരു ഭക്ഷണം കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ 1 രൂപയുള്ള ഭക്ഷണം നീ പാവപ്പെട്ടവർക്ക് എത്ര കാലം കൊടുക്കാൻ പറ്റും? ഇത് എപ്പോഴും നടക്കാത്ത കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം നിലേഷിനെ കളിയാക്കിയതുപോലെ സഹാറാമിന്റെ ഹോട്ടലിൽ ചെന്ന് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ കേട്ടോ സക്കാറ മുതലാളി? നിലേഷ് അവന്റെ ഗ്രാമത്തിൽ 1 രൂപയ്ക്ക് ഹോട്ടൽ തുടങ്ങാൻ പോവെന്നാ പറഞ്ഞത്. നിങ്ങൾ ഏത് ഭക്ഷണം അവന് 700 രൂപ തന്നോ അതേ ഭക്ഷണം തന്നെ അവൻ 1 രൂപയ്ക്ക് കൊടുക്കാൻ പോയാന്ന് പറഞ്ഞത്. അവന് വട്ടായിന്ന് തോന്നുന്നത്. ആ മണ്ടനിപ്പ ആര് പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കുക. അപ്പോഴാണ് സഹാറാമിന്റെ ജോലിക്കാരൻ കുന്ദൻ സഹാറാമിന്റെ അടുത്തേക്ക് വന്ന് രഹസ്യമായി എന്തോ പറഞ്ഞത്. സക്കാറ മുതലാളി, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങള് വെറുതെ സാധാരണമായിട്ട് എടുക്കാൻ പാടില്ല. നീ എന്താടാ പറയാൻ വരുന്നത്? ഒരു പക്ഷേ നീലേഷ് അവന്റെ തിട്ടത്തിൽ അവൻ ജയിച്ചാലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ നിങ്ങളുടെ ഹോട്ടൽ എന്തായി ആവുന്ന്? നായിനെ വെച്ചിട്ടാണ് നടത്തേണ്ടത്, നായിനെ. എടാ, രാവിലെ തന്നെ നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നിന്റെ വായിൽ ഒരു നല്ല വാക്കുകൾ വരില്ല മോനെ. വിഷമിക്കണ്ട, ആ ഗ്രാമത്തിന്റെ തലവര് എന്റെ നല്ല സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹം നീലേഷിനെ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. സഹാറാം ഗ്രാമത്തലവനെ കാണാനായി ചെന്നു. മുതലാളി, നമ്മളുടെ ഈ സുഹൃത്ത് ബന്ധം ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. നിങ്ങൾ മറക്കാൻ പാടില്ല. ഏത് ഭക്ഷണമൊക്കെ ഞാൻ 700 രൂപ വിൽക്കുന്നുണ്ടോ അതേ ഭക്ഷണം തന്നെ നിങ്ങൾക്ക് ഞാൻ 600 രൂപ തന്നിട്ടുണ്ട്. മൊത്തം 100 രൂപ ഡിസ്കൗണ്ട് ആണേ. നീ സംസാരിക്കുന്നത് കേട്ടാൽ നീ എനിക്ക് എന്തോ വലിയ സഹായം ചെയ്തതുപോലെയാണല്ലോ പറയുന്നത്. ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് 100 രൂപയ്ക്ക് ഡിസ്കൗണ്ട് വേണമെന്ന്? അതുമാത്രമല്ലാതെ നിന്റെ ഹോട്ടലിൽ ഞാൻ മാസത്തിൽ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. എൻ്റെ അറിവിൽ ഞാൻ നിന്റെ ഹോട്ടലിലേക്ക് വന്നിട്ട് ഒരു 4 പ്രാവശ്യം അല്ല 5 പ്രാവശ്യം കഴിച്ചിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് നീ എനിക്ക് 500 രൂപ സഹായം ചെയ്തിട്ടാണോ പറയാൻ വരുന്നത്? മുതലാളി, ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചെന്നാണ് തോന്നുന്നത്. നിനക്ക് നന്നായിട്ട് അറിയാലോ സക്കാറാം, എനിക്ക് ആവശ്യമില്ലാതെ സംസാരിക്കുന്നവരെ തീരെ ഇഷ്ടമല്ല. തെളിവായിട്ട് പറയൂ, നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്? കുറച്ച് ദിവസം മുമ്പ് നീലേഷ് എൻ്റെ ഹോട്ടലിലേക്ക് ഒന്ന് കഴിക്കാൻ വന്നിരുന്നു. ഇപ്പം നിങ്ങൾ തന്നെ പറയും മുതലാളി, 700 രൂപേൻ്റെ ഭക്ഷണം വെറും 100 രൂപ തന്നിട്ട് പോയത്. അതുകൊണ്ട് ഞാൻ അവനെ എൻ്റെ ഹോട്ടലിൽ വെച്ചിട്ട് എച്ചത്തെട്ട് ഒക്കെ ഞാൻ കഴിപ്പിച്ചു. അതുകൊണ്ട് അവൻ ആവശ്യമില്ലാതെ എന്നെ ശല്യം ചെയ്യുന്നുണ്ട്. ആ, ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ അവനെ തല്ലിയിട്ടുണ്ടല്ലേ? ആ, ദേഷ്യത്തിൽ ഞങ്ങൾ 2-3 തല്ലി. പക്ഷെ അവൻ ഇത്രയും ദേഷ്യപ്പെടുന്നതിന് വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ എന്താണ് പറയാൻ വരുന്നത് സക്കാറാം? അത് പറഞ്ഞേക്ക്.
അവൻ ഈ ഗ്രാമത്തിലെ ഒരു ഹോട്ടൽ ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏത് ഭക്ഷണം അവന് 700 രൂപ കൊടുത്തോ അവൻ അതേ ഭക്ഷണം വെറും 1 രൂപയ്ക്ക് തരാന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പിന്നെ എന്റെ ഹോട്ടൽ ഞാൻ മൂടിയിട്ട് പോകണ്ടേ? പിന്നെ ഞാൻ തെരുവിലേക്ക് വരൂലേ? സഹാറാം പറഞ്ഞത് കേട്ടിട്ട് തലവൻ ചിരിക്കാൻ തുടങ്ങി. സക്കാറാം, എനിക്കെന്തോ ഈ നീലേഷിന്റെ ബുദ്ധി കുഴമ്പിപ്പോയിന്നാ തോന്നുന്നത്. പക്ഷേ അതിന്റെ കൂടെ നിന്റെ ബുദ്ധിയും കുഴമ്പിപ്പോയിന്നാ തോന്നുന്നത്. അതൊന്നും സംഭവിക്കില്ല. ഒന്ന് ആലോചിക്കും മുതലാളി, അവൻ മാത്രം അവന്റെ കാര്യത്തിൽ വിചാരിച്ചാലേ പിന്നെ ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും അവനെ പറ്റി അറിയേണ്ടി വരും. പിന്നെ ഈ ഗ്രാമത്തിലുള്ള തലവരനെ കാട്ടും അവനാണ് മുഖ്യമായിട്ട് അറിയുക. അതിനുശേഷം കുറച്ച് വർഷം കഴിഞ്ഞ ശേഷം അവന്റെ സേവയെ കണ്ടിട്ട് അവനെ തന്നെ ഗ്രാമത്തിന്റെ മുതലാളി ആക്കിയാലേ അവരെ ആക്കും മുതലാളി. തീർച്ചയായിട്ടും അവൻ എന്തോ വലുതായിട്ട് ആലോചിക്കുന്നത്. സഹാറാം പറഞ്ഞത് കേട്ടതും തലവൻ ചിന്തിക്കാൻ തുടങ്ങി. കാര്യം നീ എന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇനി ഞാൻ ഈ ഗ്രാമത്തിൽ ആരെയോ ഹോട്ടൽ തുടങ്ങാൻ സമ്മതിക്കില്ല, മനസ്സിലായോ? പക്ഷേ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. അവൻ ഇപ്പൊ വരെ എന്റെ വയലിലാണ് അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവനെ ഞാൻ അതിൽ നിന്ന് ജോലി അടിച്ച് പുറത്താക്കിയേക്കാം. അതിനുശേഷം അവന്റെ വയറ്റിനെ പറ്റി അവൻ ആലോചിക്കുള്ളൂ. മറ്റുള്ള പാവപ്പെട്ടവരെ പറ്റി അവൻ ആലോചിക്കില്ല. സഹാറാം അവിടെ നിന്നും പോയി. അന്നു തന്നെ നിലേഷിനെ തലവൻ ജോലിയിൽ നിന്നും പറഞ്ഞയച്ചു. പക്ഷെ ഞാൻ എന്ത് തെറ്റാ ചെയ്തു മുതലാളി? നീ ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിൽ നീ ഹോട്ടൽ നടത്തണം വിചാരിച്ചില്ലേ? അതെ, പക്ഷെ അതിൽ എന്താണ് തെറ്റുള്ളത്? ഒരു പക്ഷെ ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇത് ചെയ്താൽ നിങ്ങൾ ആ കാര്യം വിചാരിച്ച് സന്തോഷപ്പെടേണ്ടത്. നീ പാവപ്പെട്ടവർക്ക് നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നലേഷ്. പക്ഷേ എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്നെക്കാട്ടും വലിയ ആളാവണമെന്നാണ് വിചാരിക്കുന്നത്. നീ എന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ തെറിപ്പിച്ചിട്ട് നിനക്ക് ഈ ഗ്രാമത്തിന്റെ തലവനാണെന്ന് ആഗ്രഹമുണ്ടോ? എടാ, ആദ്യം നിന്റെ വയറ്റും പിന്നെ നിന്റെ ഭാര്യന്റെ വയറും നോക്കാൻ നോക്ക്. പിന്നെ നീ ഈ പാവപ്പെട്ടവരിനെ പറ്റിയൊക്കെ ആലോചിക്കാം. പോകൂ ഇവിടുന്ന് പുറത്ത്. പക്ഷേ നിലേഷ് തന്റെ പരാജയം സമ്മതിച്ചില്ല. നിലേഷ് നഗരത്തിലേക്ക് ചെന്ന് ചന്ത വസൂലിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം സേഠ് ജമുന പ്രസാദിനെ പരിചയപ്പെട്ടത്. ജമുന പ്രസാദ് വളരെ കരുണയുള്ളവനാണ്. എനിക്ക് നിന്റെ ആലോചന ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിലേഷ്. നിങ്ങൾ ആലോചിക്കുന്ന പോലെ നമ്മൾ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ അവിടെ പാവപ്പെട്ടവർക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. സേഠ് ജമുന പ്രസാദിന്റെ സഹായം കൊണ്ട് നിലേഷ് തന്റെ ഗ്രാമത്തിൽ ഒരു നല്ല ഹോട്ടൽ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ ഗുജറാത്തി, മറാത്തി, കന്നഡം എല്ലാ രീതിയിലുള്ള ആഹാരങ്ങളും ഉണ്ടാക്കി. ഹോട്ടൽ തുറന്നതും തന്നെ കുറെ പേര് ആഹാരം കഴിക്കാനായി ആ ഹോട്ടലിലേക്ക് വന്നു. അവരെല്ലാം ഇന്ത്യയുടെ വേറെ വേറെ നഗരത്തിലുള്ളവരാണ്. ഒരു ഗുജറാത്തുകാരൻ നിലേഷിനോട് പറഞ്ഞു, നിങ്ങളുടെ റെസ്റ്റോറന്റിലേക്ക് വരുമ്പോൾ നല്ല മണം വരുന്നുണ്ടല്ലോ. ആ മണം എനിക്ക് ഓർത്താലേ ഭക്ഷണം കഴിക്കാൻ തീർക്കാനേ പറ്റുന്നില്ല. എനിക്ക് കുറച്ച് ഭക്ഷണം തരാൻ പറ്റുമോ? നിലേഷ് ആ ഗുജറാത്തുകാരന് ഒരു പാത്രത്തിൽ ഗുജറാത്തിലെ ഫേമസ് ആയി എല്ലാ ആഹാരവും കൊണ്ടുവന്ന് വെച്ചു. ആഹാരം കഴിച്ചതിന് ശേഷം ആ ഗുജറാത്തുകാരൻ നിലേഷിനോട് പറഞ്ഞു, എത്രയായി? അത് നിങ്ങൾ മൊത്തം കഴിച്ച ഭക്ഷണത്തിന് 1 രൂപയേ ഉള്ളൂ. 1 രൂപയെന്ന് കേട്ടതും ഗുജറാത്തുകാരന് ഒരുപാട് സന്തോഷമായി. ആ ഹോട്ടലിൽ ജനങ്ങളൊക്കെ ഒരുപാട് വന്നു. ദൂരെ ഗ്രാമത്തിൽ നിന്നുമൊക്കെ നിലേഷിന്റെ ഹോട്ടലിൽ ആഹാരം കഴിക്കാനായി ജനങ്ങൾ വന്നെത്തി. പണക്കാരായാലും ശരി, പാവപ്പെട്ടവരായാലും ശരി, നിലേഷ് അവരെല്ലാവരോടും ഒരു പ്ലേറ്റിന് 1 രൂപയാണ് വാങ്ങിയത്. ഇക്കാര്യം സഹാറാമിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സഹാറാം ദേഷ്യത്തോടെ കുന്ദനോട് പറഞ്ഞു, ഈ നീലേഷ് കാരണം കൊണ്ട് എന്റെ ഹോട്ടൽ തന്നെ മൂടിപ്പോയല്ലോ. എന്റെ ഹോട്ടലിലേക്ക് ഒരു നായി പോലും വരുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യൂ കുന്ദൻ. വിഷമിക്കേണ്ട സക്കാരം ചേട്ടാ, എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. എന്ത് ഐഡിയ ആണത്? എന്താ നമുക്ക് രണ്ടുപേർക്കും അവന്റെ ഹോട്ടലിൽ പോയിട്ട് തീ വെച്ചാലോ? ആരെങ്കിലും 2 പേര് തീയിൽ കത്തിപ്പോയാലേ അവന്റെ ഹോട്ടൽ അങ്ങ് മൂടി വെച്ചേക്കും. സഹാറാമും കുന്ദനും അപ്പോൾ നിലേഷിന്റെ ഹോട്ടലിൽ തീ വയ്ക്കാനായി തീരുമാനിച്ചിരുന്നു. അപ്പോഴാണ് സേഠ് ജമുനാദാസ് അതുവഴി വന്നത്. ജമുനാദാസ് സഹാറാമും കുന്ദനും സംസാരിച്ചു കൊണ്ടിരുന്നതെല്ലാം കേട്ടു. അദ്ദേഹം ഉടനെ പോലീസിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തു. പോലീസ് അന്നു മുതൽ നിലേഷിന്റെ ഹോട്ടലിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. രാത്രിയായപ്പോൾ സഹാറാമും കുന്ദനും ഹോട്ടലിൽ തീ വയ്ക്കാനായി ഒരുപാട് പെട്രോൾ എടുത്തുകൊണ്ട് വന്നു. പക്ഷെ അപ്പോഴാണ് പോലീസ് വന്ന് അവരെ കൈയോടെ പിടികൂടിയത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല സക്കാറാം. നിങ്ങൾ ഗ്രാമത്തിലെ ഒരു വലിയ ആളല്ലേ.
എന്നെ ഒന്ന് വിട്ടേക്ക് ഇൻസ്പെക്ടർ സാർ. എനിക്ക് അവന്റെ ഹോട്ടൽ എന്തായാലും കത്തിച്ചേ പറ്റുള്ളൂ. അവനെ കൊണ്ടാണ് എന്റെ ഹോട്ടൽ ഇവിടെ മൂടിയിരിക്കുന്നത്. ഇല്ല സക്കാറാം, എന്നെ കൊണ്ടല്ല ഈ സംഭവം നടന്നത്. കാരണം നീ നിന്റെ കസ്റ്റമർ അടുത്ത് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. അതുകൊണ്ടാണ് നിന്റെ ഹോട്ടൽ മൂടിയിരുന്നത്. നീ എന്നെ അവമാനപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ അവമാനം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ വേറെ വഴിയിൽ നിന്നെ പക വീട്ടിയിരുന്നത്. പക്ഷേ ഇല്ല, നീ എനിക്ക് തന്ന അവമാനത്തെ ഞാൻ നല്ല വിധമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നോക്ക്. പക്ഷേ ഇന്ന് ഈ ഹോട്ടലിൽ ദേശത്തിൽ നിന്ന് എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. വെറും 1 റുപ്യയിൽ എല്ലാവരും വയറ് നിറച്ച് നന്നായിട്ട് കഴിച്ചിട്ടും പോകുന്നുണ്ട്. നീ എന്താ വിചാരിച്ച് എനിക്കിതിൽ പ്രോഫിറ്റ് ഇല്ലെന്നാണോ? എന്റെ കുടുംബം തന്നെ ഈ ഹോട്ടൽ ലാഭത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് സഹാറാമിനെയും കുന്ദനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ സഹാറാമിന്റെ ഹോട്ടൽ അടയ്ക്കപ്പെട്ടു. പിന്നെ ഇപ്പോഴും നിലേഷിന്റെ ഹോട്ടലിൽ 1 രൂപയ്ക്ക് 1 പ്ലേറ്റ് ആഹാരം കിട്ടുന്നുണ്ട്.